ഓ ഗൈസ്, നല്ല ഞാൻ ഇൻട്രോ എടുക്കാൻ വേണ്ടി വന്നേരം കേട്ടോ. അതാണ്ട് ഒരു ചലന്തി എന്നെ അറ്റാക്ക് ചെയ്യാൻ വരികയാണോ? ഇവൻ എങ്ങനെയാണ് അതിൻ്റെ അകത്ത് കയറി? ഓടാ, നീ എങ്ങനെയാണ് അതിൻ്റെ അകത്ത് കയറി? കള്ളപ്പന്നി. ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് ഞാൻ നമ്മൾ വുഡ് ഫാമും നമ്മുടെ മരത്തിൻ്റെ ഫാം സെറ്റ് ചെയ്യാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത് ഗുയ്സ്. ഓക്കെ, നമ്മൾ എല്ലാ ദിവസവും ഫാമാണ് സെറ്റ് ചെയ്യാറുള്ളത്. നമ്മൾ കുറേ ഫാം സെറ്റ് ചെയ്തു. ഇന്ന് ഞാനൊരു വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ കുറച്ച്, എനിക്കൊന്ന് കുറച്ച് നമ്മൾ വീഡിയോ ഇട്ടിട്ട് 2 ദിവസമായി എന്നാണ് എനിക്ക് തോന്നുന്നത്, 2-3 ദിവസമായി. സോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ റെഡിയാക്കുമായിരുന്നു. സോ നമ്മൾ കുറേ ട്രേഡൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു സംഭവം നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്, എന്താ നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമ്മൾ ഈ ഒരു വീടും കാര്യങ്ങളും പൊളിക്കാൻ പോവാണ്. സോ പൊളിക്കാന്ന് പറയുമ്പോൾ മൊത്തത്തിൽ പൊളിച്ച് കളയല്ല. സോ ഓരോരോ ബ്ലോക്കും കാര്യങ്ങളും നമ്മൾ പൊട്ടിച്ചിട്ട് അവിടെ നമ്മൾ വീട് മൊത്തം പൊളിച്ചിട്ട് വേറൊന്ന് ബിൽഡ് ചെയ്യല്ല. ഈ ഒരു വീട് തന്നെ, ഈ വീടിൻ്റെ മുകളിൽ തന്നെ നമ്മൾ മേളിൽ തന്നെ നമ്മൾ ബ്ലോക്ക് പൊട്ടിച്ചിട്ട് ഈ ഒരു വുഡിൻ്റെ ഐറ്റം ഫുള്ള് മാറ്റിയിട്ട് നമ്മൾ വേറെ നമ്മുടെ കോൺക്രീറ്റ് അങ്ങനത്തെ ഐറ്റം ആക്കാൻ പോവാണ്. കോൺക്രീറ്റ് അല്ല, നമ്മുടെ അതിനെന്തെങ്കിലും പറയാന്ന് വെച്ചാൽ ക്വാഡ്സിൻ്റെ ഒരു ബ്ലോക്ക് ഉണ്ട്, ഒരു വൈറ്റ്. ആ ഒരു സംഭവമാണ് നമ്മളിന്ന് റെഡിയാക്കാൻ പോകുന്നത്. സോ നമ്മൾ ട്രൈഡ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല രീതിക്ക് ടൈം എടുത്തിട്ട് ഗൈസ്, അതാണ് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. സോ കണ്ടില്ലേ, ബ്ലോക്ക് ഓഫ് ക്വാഡ്സ്. ഈ ഒരു സാധനമാണ് നമ്മൾ ട്രേഡ് ചെയ്തത് വില്ലേജറിൻ്റെ കയ്യിൽ നിന്ന്. സോ കുറേ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഇത് കണ്ടില്ലേ, നമ്മൾ ഇതൊക്കെ പൊളിച്ചിട്ട് ഞാൻ വിചാരിക്കാൻ ഒരു മോഡേൺ ഹൗസ്, മോഡേൺ ലുക്കാക്കാൻ പോവാണ്. നമ്മുടെ വീട് ഫുള്ള് ലെവലാക്കാൻ പോവാണ്. സോ അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു ചെസ്റ്റും കാര്യങ്ങളും കാണിച്ചു തരാൻ. കണ്ടില്ലേ, ഇത്രയും ബ്ലോക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ബ്രിക്സ് ആണ്, ക്വാഡ്സ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ബ്രിക്സ് ആക്കുക. സോ അപ്പോൾ രണ്ടും ടെക്സ്ചറിന് നല്ല വ്യത്യാസമുണ്ട്. സോ നമ്മുടെ ബ്രിക്സ് ആണ് കുറച്ചും കൂടി ടെക്സ്ചർ ലുക്ക് വരുന്നത്. മറ്റേ പ്ലെയിൻ ആയിരിക്കും, നോർമൽ സംഭവമായിരിക്കും. ഇതാകുമ്പോൾ കുറച്ചുകൂടി ടെക്സ്ചർ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ക്വാഡ്സ് സ്ലാബ് കൂടി കുറച്ച് ക്രാഫ്റ്റ് ചെയ്യാൻ പോവാണ്. എന്തായാലും കുറച്ച് സ്റ്റാക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കാം, നമുക്ക് നല്ല രീതിക്ക് ആവശ്യം വരാൻ ചാൻസ് ഉണ്ട്. സോ കുറേ ഞാൻ ക്രാഫ്റ്റ് ചെയ്തു, ഒരുപാട് ക്രാഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഐറ്റവും കാര്യങ്ങളൊക്കെ ഫുൾ ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഫുൾ ഐറ്റംസ് ആണ്. ഓ, നമുക്കിത് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇത് കുറച്ചുകൂടി ലുക്ക് ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ, ഒരു സൈഡിലുള്ള ഈ ഒരു ലോഗും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മറ്റേ സംഭവമാക്കി കൊടുക്കുക. ഇതിനെന്താ പറയാന്ന് പറഞ്ഞൂടാ. സ്ട്രിപ്പ് ചെയ്യാൻ തന്നെയാണ് പറയാ. സോ എനിക്കും ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇതൊക്കെ സ്ട്രിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വുഡും കാര്യങ്ങളും എന്തായാലും നമുക്ക് സ്ട്രിപ്പ് ചെയ്ത് കൊടുക്കണം ഫസ്റ്റ്. ഇതെന്തായാലും നമ്മൾ പൊട്ടിച്ച് കളയുന്നില്ല. അപ്പോൾ ഈ ഒരു അടിയിലൂടെയുള്ള ഈ ഒരു സംഭവം വുഡ് ഉണ്ടല്ലോ, ഇത് നമുക്ക് നേരെ സ്ട്രിപ്പാക്കി കൊടുക്കാന്നുള്ള പരിപാടിയാണ്. സോ ഫുള്ള് സ്ട്രിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, നമ്മളെന്തായാലും ഫുള്ള് സ്ട്രിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഈ ഒരു വുഡും കാര്യങ്ങളും ഫുള്ള് റിമൂവ് ചെയ്തേക്കാം. സോ ഫുള്ളങ്ങ് ക്ലിയർ ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, ഫുള്ളങ്ങ് പൊട്ടിച്ച് കളയാം. ഇനി ഞാൻ എന്തായാലും ഈ ഒരു ബ്ലോക്കിൻ്റെ ലുക്ക് ഞാൻ കാണിച്ചു തരട്ടെ. അത് പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ നല്ല രീതിക്ക് ഒരു ഗ്ലോ ചെയ്യുന്ന ഒരു നല്ലൊരു ലുക്കുള്ളൊരു ബ്ലോക്ക് തന്നെയാണത്. എന്തായാലും വെച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, ഓ ഗൈസ് നോക്കൂ, വേറെ ലെവൽ ലുക്കാണ്. സോ ഞാൻ വിചാരിക്കാൻ ഒരു മോഡേൺ ലുക്ക് ആക്കാന്നുള്ളതാണ് നമ്മുടെ വീട്. ഫുള്ള് നമുക്ക് ക്വാഡ്സിൻ്റെ ഒരു ബ്ലോക്ക് ആയി കൊടുക്കാം. നമുക്ക് ഫ്രണ്ട് കുറച്ചൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. സോ ലുക്ക് ഉണ്ടോന്ന്. ഓ കണ്ടില്ലേ, ഈ ഒരു ലുക്കായിരിക്കും നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്യാൻ ഉണ്ടാവുക. നമ്മളെ വീടിൻ്റെ സൈഡത്തെ ബ്ലോക്ക് കൂടി എന്തായാലും പൊട്ടിക്കാം, ഫുള്ളങ്ങ് ക്ലിയർ ചെയ്യാം കേട്ടോ. വിൻഡോ ഒക്കെ എന്തായാലും അവിടെ തന്നെ നിന്നോട്ടെ, അതൊന്നും നമ്മൾ പൊട്ടിക്കാൻ പോകുന്നില്ല. ബാക്കി ഫുള്ള് റിമൂവ് ചെയ്യാം, ബാക്കി കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ബാക്കിലൂടെ സെറ്റ് ചെയ്യാം കേട്ടോ. ഇതും കൂടി ഫുള്ള് പൊട്ടിക്കാം. ആക്സിന് നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ. ജാനുവരി ചെയ്തുകൊണ്ട് തന്നെ നല്ല സ്പീഡിൽ പൊട്ടിക്കാൻ പറ്റും, നല്ല സ്പീഡുണ്ട്, കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ നമ്മൾ ഫുള്ള് റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവിടെയും കൂടി നമ്മുടെ ബ്ലോക്ക് ആക്കി കൊടുക്കാം കേട്ടോ. സോ ഫുള്ളങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കാം.
ഞാൻ സത്യം പറഞ്ഞ അന്ന് ഞാൻ നമ്മുടെ വുഡ് ഫാം സെറ്റ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. സോ പിന്നെ നമ്മൾ വീട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് വീട് അങ്ങ് സെറ്റ് ചെയ്യാമെന്ന്. എന്തായാലും നമുക്ക് എന്തായാലും നമ്മൾ വുഡ് ഫാം എന്തായാലും സെറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത എപ്പിസോഡിലായിട്ട് എന്തായാലും നമ്മൾ വുഡ് ഫാം സെറ്റ് ചെയ്യുന്നതായിരിക്കും. മരത്തിൻ്റെ ഫാം കിട്ടും. ഈ സംഭവം നമ്മൾ എന്തായാലും സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഇവിടെയാണ് നമ്മുടെ മറ്റേ ആ ഒരു ഈ ഒരു സൈഡിൽ നമ്മുടെ ലാഡർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മൊത്തം പൊട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് സെറ്റ് ചെയ്യാം. ബാക്കിയും കൂടി അങ്ങ് പ്ലേസ് ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ. ഓ ഇപ്പം കണ്ടില്ല ഗൈസ്, ഇതാണ് നമ്മുടെ ലുക്ക് എന്ന് പറയുമ്പോൾ. ഓ ഇപ്പം തന്നെ വേറെ ലെവൽ ലുക്കായിട്ടുണ്ട്. ഇപ്പം തന്നെ സീന് ലുക്കായിട്ടുണ്ട്. നമ്മുടെ നിങ്ങൾക്ക് മുകളിലും കൂടി പൊട്ടിക്കാനുണ്ട് അല്ലേ? ഫുൾ ടാസ്ക് ആണ്. നമുക്ക് ഇതുകൂടി ഫുള്ള് റിമൂവ് ചെയ്യാം. ഓക്കെ, ഫുള്ളങ്ങ് പൊട്ടിച്ചളയാം കേട്ടോ. വേറെ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഫുള്ള് ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓ ഇവിടെ നൈസായിട്ട് ബ്ലോക്ക് പൊട്ടിപ്പോയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. നമ്മൾ എന്തായാലും സെറ്റ് ചെയ്യാൻ നോക്കാം. ബാക്കി കൂടി നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് ഫുള്ളങ്ങ് ക്ലിയർ ചെയ്തേക്കാം കേട്ടോ. ഒന്നിനും ഇവിടെ ആവശ്യമില്ല. ഓക്കെ, ഫുള്ളങ്ങ് ക്ലിയർ ചെയ്യാം. പോട്ടെ റൈറ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ അത് ഫുള്ള് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ വിചാരിക്കുന്ന പറയുമ്പോൾ നമ്മൾ സൈഡിൽ എന്താ ചെയ്യുക, ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അത് ബ്ലോക്ക് വലിയ പരിചയമല്ല. അപ്പോൾ നോക്കാം. ഇത് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ അങ്ങ് ബിൽഡ് ചെയ്യാം കേട്ടോ. ഇത് ജസ്റ്റ് ഒരു മോഡേൺ ലുക്ക് ആക്കാനാണ് ഞാൻ നോക്കുന്നത്. നോക്കാം. ഓക്കെ, ഇങ്ങനെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതും പൊട്ടിക്കണം. അതവിടെ നിൽക്കട്ടെ. ലാസ്റ്റ് സെറ്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും നമുക്ക് താഴ്ത്തു കേട്ടോ. ഇനി ഇതുപോലെ തന്നെ ഓക്കെ ലുക്ക് ഉണ്ടല്ലേ. ഇത് ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും സംഭവം വേറെ ലുക്കാവും സംഭവം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് കൂടി സെറ്റ് ചെയ്യണം. ഓക്കെ, നമ്മളെ ഡ്രാഗൻ്റെ ഹെഡ് എന്തായാലും നമുക്ക് പൊട്ടിച്ചെടുക്കാം കേട്ടോ. ഡ്രാഗൺ ഹെഡ് എന്തായാലും നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ അതുപോലെ തന്നെ ബ്ലോക്കാക്കി കൊടുക്കാം. ഓക്കെ, ഇതല്ലല്ലോ, ഇതേ ബ്ലോക്കാണ് വേണ്ടത്. ഒന്നാമത്തെ ബ്ലോക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്തായാലും മുകളിൽ വരെ സെറ്റ് ചെയ്യണം. ഓക്കെ, സംഭവം സെറ്റാണ്. സോ ഈ ഒരു ബ്ലോക്ക് കൂടി പൊട്ടിച്ചളഞ്ഞേക്കാം. നമ്മുടെ മുകളിലുള്ള ഈ ഒരു സ്ലാബ് കൂടി ക്ലിയർ ചെയ്യാം. എന്നിട്ട് ഈ ഒരു ബ്ലോക്ക് ഒരു ഹൈറ്റ് കൂടി കൂട്ടാം. ഓക്കെ, ഒരു ഹൈറ്റ് കൂടി പൊക്കിയേക്കാട്ടോ. ഓക്കെ, എന്നിട്ട് ഇത് നേരെ നമുക്ക് ഇങ്ങോട്ടും കൂടി ഒന്ന് ബിൽഡ് ചെയ്യാം. നേരെ അങ്ങ് ബിൽഡ് ചെയ്തേക്കാം. ഫുള്ളങ്ങ് സെറ്റാക്കിയേക്കാം. ഇവിടെ അങ്ങ് പൊട്ടിക്കാട്ടോ. ഈ ഒരു സ്ലാബ് കൂടി ക്ലിയർ ചെയ്തേക്കാം. റൈറ്റ്. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു ബ്ലോക്ക് ബാക്കി കൂടി സെറ്റ് ചെയ്ത്. ഓക്കെ, ഇവിടെ എംബി ആണല്ലോ. ഓക്കെ, അപ്പോൾ അതും സെറ്റിലെ അതും സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് ഇതൊക്കെ പൊട്ടിച്ചളയാം കേട്ടോ. അപ്പോൾ നമ്മുടെ പിക്കാക്സ് എടുക്കാം. ഫുള്ളങ്ങ് പൊട്ടിച്ചളയാം. അയ്യാ, ഈ സൈഡ് നമ്മൾ താഴെ വീണിട്ടുണ്ട്. ഇനിയില്ല. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തപ്പോൾ ഉള്ള ഒരു ലുക്ക് എന്ന് പറയുമ്പോൾ. ഓക്കെ, സംഭവം കൊള്ളാല്ലേ. ഇനി നമുക്ക് നടുക്ക് താഴെ ഇവിടെയും കൂടി സെറ്റ് ചെയ്യണം. ഇത് കണ്ടതാ, ഇവിടെയും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഓക്കെ, ഇപ്പോൾ നോക്കട്ടെ സംഭവം. ഓ ഗൈസ്, ലുക്ക് അറ്റ് ദിസ് ഗൈസ്. ഇപ്പോൾ സീൻ ലുക്കായിട്ട് നമുക്ക് മുകളിലും കൂടി പൊട്ടിച്ചിട്ട് അവിടെയും കൂടി വൈറ്റ് ആക്കി കൊടുത്താൽ മോനെ എവർ ലുക്കാവൂലേ. ഒന്ന് മുകളിലോട്ട് പോകണം. മുകളിലാണ് ഇനി നെക്സ്റ്റ് പരിപാടി. ഓക്കെ, മുകളിൽ വരുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്യണമെന്ന് പറയുമ്പം ഓക്കെ, മുകളിൽ നമുക്കിതൊക്കെ പൊട്ടിക്കണം. ഈ ഒരു വുഡിൻ്റെ ഐറ്റം മൊത്തം ക്ലിയർ ചെയ്യണം. ഫുള്ളങ്ങ് റിമൂവ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഫുള്ള് നമ്മൾ പൊട്ടിക്കാൻ പോവാണ്. എന്നിട്ട് ഫുള്ള് ക്ലിയർ ചെയ്യുക. ഫുള്ളങ്ങ് പൊട്ടിക്കുക. ഫുള്ളങ്ങ് പൊട്ടിച്ചേക്കാം. ഓക്കെ,
One hour later. പുട്ടും കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ ക്വാഡ്സിൻ്റെ ഒരു ബ്രിക്സ് എടുക്കാം കേട്ടോ. ബ്രിക്സ് സെറ്റ് ചെയ്യാന്നുള്ള പരിപാടിയാണ്. ബാക്കി ഫുള്ള് ബ്രിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ഇവിടെ നമുക്ക് ബ്രിക്സ് സെറ്റ് ചെയ്യാന്നുള്ള പരിപാടിയാണ്. ഓക്കെ, ഫുള്ള് ബ്രിക്സ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സത്യം പറഞ്ഞാൽ നല്ല രീതിക്ക് ടൈം എടുക്കുന്ന എനിക്കൊന്ന് നമ്മൾ അടുത്ത രാത്രി ആവാറായെന്ന് തോന്നുന്നു. ഈവനിങ് ആയിട്ടുണ്ട്. സോ ഫുള്ളങ്ങ് വെച്ച് കൊടുക്കുക. ഓക്കെ ഓക്കെ, നമ്മളെന്തായാലും ഒരു സൈഡ് വെച്ചിട്ടുണ്ട്. ബാക്കി കൂടി സെറ്റ് ചെയ്യാന്നുള്ള പരിപാടിയാണ്. സോ ഇവിടെയും കൂടി സെറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പം എന്തായാലും നമ്മൾ ഫുള്ള് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെയും കൂടി ഒരു വിൻഡോ ഒക്കെ ഉള്ളത് ഇടണമെന്നാണ്. ഹലോ, ഇവിടെയും കൂടി ഒരു വിൻഡോ സെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് ഗ്ലാസ് ലാസ്റ്റ് സെറ്റ് ചെയ്യാം. ഇവിടെ എന്തായാലും നമ്മളൊരു ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. സോ ജസ്റ്റ് ഇവിടെ ഒരു സ്ലാബ് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു സെറ്റപ്പ് ആയി കൊടുക്കാം. ഈ ഒരു സ്ലാബ് കൂടിൻ്റെ ജസ്റ്റ് നമുക്ക് സ്ലാബ് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ ഓക്കെ, സംഭവം നമ്മൾ അത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കൊടുത്തപ്പോഴാണ് എനിക്ക് മുകളിലും കൂടി സെറ്റ് ചെയ്യണമെന്നാണ് തോന്നുന്നത്. ഓ ഗൈസ്, നമുക്കൊരു കാര്യം ചെയ്യാം. മുകളിലൂടെ പൊട്ടിച്ചേക്കാം. നോർമൽ ബ്ലോക്ക് ഓഫ് ക്വാഡ്സ് എടുക്കാം. അപ്പോൾ അത് സെറ്റ് ചെയ്യാം കേട്ടോ. നോർമൽ ക്വാഡ്സ് ബ്ലോക്ക്. ഓക്കെ, ഓ ഗൈസ്, ഇപ്പോഴത്തെ ലുക്ക് നോക്ക്. അപ്പം കൊള്ളാല്ലേ. ഓ, ഒരു ബ്ലോക്ക് മാറ്റിയപ്പോൾ തന്നെ വീടിന് ഇത്രയും ലുക്കോ. ഓ മൈ ഗോഡ് ഗൈസ്, ഇനി നമുക്ക് ഈ ഒരു പേട്ട കോബിൾ സ്റ്റോണൊക്കെ പൊട്ടിച്ച് കളയണം. കോബിൾ സ്റ്റോണൊക്കെ എന്ത് വാടേ. സോ ഫുള്ളങ്ങ് ക്ലിയർ ചെയ്തേക്കാം. നമ്മൾ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ വലിയ പ്രശ്നമില്ല. നമ്മൾ ഫുള്ള് പൊട്ടിച്ചിട്ട് ഒന്നുകൂടി നമ്മൾ മാറ്റി പണിയുമ്പോഴാണ് നല്ല പണിയായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യാൻ. ഗൈസ്, ഞാനൊരു വെറൈറ്റി ചെയ്യാൻ പോവാണ്. നമ്മൾ ഈ ഒരു അടിയിലുണ്ടല്ലോ, മുകളിലത്തെ അടിഭാഗത്ത് നമ്മൾ ഈ ഒരു നമ്മളെ ചവിട്ടുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, നിലത്ത് നമ്മൾ ഞാൻ പറയുമ്പോൾ അയണിൻ്റെ സംഭവം സെറ്റ് ചെയ്യാൻ പോവാണ്. ഒരു വെറൈറ്റി ആക്കി നോക്കാൻ പോവാണ്. സോ സംഭവം പൊളിക്കും. ആദ്യമേ എൻ്റെ ബാനറൊക്കെ ചിലപ്പോൾ ഡീസ്പോൺ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഐറ്റംസ് ഞാനൊന്ന് എന്തായാലും ചെസ്റ്റിലേക്ക് മാറ്റിട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ അയൺ ഫാമിലേക്ക് വിടാം. അപ്പോൾ അയണിൻ്റെ ബ്ലോക്കാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ച്. ഇഷ്ടം പോലെ അയൺ നമ്മളെ കയ്യിലുണ്ട്. ഓക്കെ, എന്തായാലും നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് ഇവിടെ ആയിട്ട് വെക്കാം കേട്ടോ. മുകളിൽ വെച്ചിട്ട് നമുക്ക് ഫുള്ള് ബ്ലോക്ക് ഓഫ് അയൺ ആക്കാം. കുറച്ചുകൂടി അയൺ എടുക്കാം കേട്ടോ. നമ്മളെന്തായാലും കയ്യിലുള്ള അയൺ മൊത്തം എടുത്തിരിക്കുകയാണ്. ഫുള്ള് ബ്ലോക്ക് ആക്കാം കേട്ടോ. ഫുള്ള് ബ്ലോക്ക് ഓഫ് അയൺ ആക്കാൻ പോവാണ്. ഓക്കെ, ബാക്കി മിച്ചം അയണൊന്നും ഇല്ലേ. ഓക്കെ, എന്നാലും ഫുൾ അയണും എടുത്തിട്ടുണ്ട്. ഇതുണ്ടെങ്കിൽ നമുക്ക് എത്ര അയൺ കുളത്തിന് സ്പോൺ ആക്കാമല്ലേ. ഓക്കെ, അപ്പോൾ എന്നാലും ഞാൻ ഫുള്ള് നമ്മുടെ അയൺ ഇതാക്കാൻ പോവാണ്. അയൺ ബ്ലോക്ക് ഓഫ് അയണാണ് നമ്മൾ അടി ഭാഗം മൊത്തം സെറ്റ് ചെയ്യുന്നത്. ബ്ലോക്ക് ഓഫ് അയൺ ഫുള്ള് പെവർ കളികളാണ്. അയൺ ബ്ലോക്കൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. സോ ഇപ്പം എന്തായാലും നമ്മൾ അയൺ ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ. ഓ ഗൈസ്, എൻ്റെ മോനെപ്പോഴത്തെ ലുക്ക് നോക്കില്ല. ഒരു മോഡേൺ ലുക്ക് ഇപ്പം തന്നെ ആയിട്ടുണ്ട്. നോക്ക്, ഇവിടെ നിന്നുള്ള ഒരു ലുക്ക് നിങ്ങൾ നോക്ക്. വാവ്, സീന്. ഏത് ഫുള്ളങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ.
ഓക്കെ, അപ്പോൾ അതും സെറ്റ്. ഇനി നമുക്ക് ഈ ഒരു ഇതും ഫുള്ള് ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഡബിൾ ഡോർ ആക്കിയാലോ? ഇത് മുന്നേറ്റമാണ്. ഇവിടുത്തെ ഡോറൊക്കെ നമുക്ക് പൊട്ടിക്കട്ടോ. നമ്മൾ ഈ ഒരു ലോക്കൽ ഡോറൊക്കെ മാറ്റി നമുക്ക് കുറച്ചുകൂടി സെറ്റപ്പ് ഡോറാക്കി കൊടുക്കണം. ഇനി നമുക്ക് എന്തായാലും ഒന്ന് മുകളിലോട്ട് പോവാം. നമുക്ക് മുകളിലത്തെ ആ സൈഡിലൂടെയുള്ള സ്ലാബ് കൂടി പൊട്ടിക്കണം. അവിടെ ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. പൊട്ടെ ഞാൻ പറയുമ്പം സ്ലാബ് എനിക്ക് തോന്നുന്നു ഇതുപോലെ സെറ്റ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുമ്പോൾ. നമുക്ക് ഈ ഒരു ബ്ലോക്ക് കണക്ക് തന്നെ സെറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. വേറൊരു ലൈറ്റ് ഉണ്ട് കേട്ടോ ഗൈസ്, നിങ്ങൾ കണ്ടോന്നറിയില്ല. നമ്മുടെ മൈൻക്രാഫ്റ്റിൽ നമ്മുടെ ഡേ ലൈറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അങ്ങനെ വെച്ചാൽ നമ്മൾ രാവിലെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലൈറ്റ് ഓഫ് ആവും, രാത്രി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലൈറ്റ് ഓൺ ആവും. അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് നമുക്ക് സെറ്റ് ചെയ്താലോ? എന്തായാലും അതെങ്ങനെ സെറ്റ് ചെയ്യുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ പഠിച്ചിട്ട് സെറ്റ് ചെയ്ത് ഞാൻ നോക്കിയിട്ട് എന്തായാലും നമുക്ക് ഈ ആക്കണം. ഗൈസ്, ഞാൻ ഇതിങ്ങനെ സെറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ഒരു സ്വിമ്മിംഗ് പൂള് സെറ്റാക്കിയാലോ? നമ്മുടെ വീടിൻ്റെ മുകളിൽ ഒരു സ്വിമ്മിംഗ് പൂള് സെറ്റാക്കിയാലോ ഗൈസ്? കണ്ടപ്പോഴേക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നല്ലൊരു ഐഡിയ ആയിരിക്കും. നല്ലൊരു ഐഡിയ ആണ്. ഓക്കെ, എന്തായാലും നമ്മൾ സ്ലാബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് താഴോട്ട് ഇറങ്ങാം കേട്ടോ. നമ്മളെന്തായാലും സൈഡൊക്കെ ഫുൾ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. സോ ഇതുകൂടി അങ്ങ് ക്ലിയർ ചെയ്തേക്കാം. ഓക്കെ. 2 hours later. ഇവിടെ ഗ്ലാസ് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ പുറത്തിട്ടുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു. പുറത്തുള്ള ആ ഒരു സംഭവമൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് താഴോട്ട് പോവാം. സോ ഞാൻ പുറത്ത് നിന്നുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് മുകളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സൈഡത്തെ ലുക്കും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. വീട്ടിൻ്റെ പുറത്തു നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യാൻ മറന്നു കേട്ടോ. ഇവിടെയും കൂടി പില്ലർ വെക്കാനുണ്ട്. ഞാൻ ഇവിടുത്തെ കാര്യം മറന്നിട്ടുണ്ട്. ഇവിടെ പില്ലർ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ പില്ലർ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മുകളിലോട്ട് പോകണം. മുകളിലോട്ട് പോയിട്ട് ഓക്കെ, ഇനി നമുക്ക് കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ വീട്ടിനുള്ളിൽ സെറ്റ് ചെയ്യാനുണ്ട്. കുറേ ബിൽഡൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ഇവിടെയും പൊട്ടിക്കാം, ഇവിടെ പൊട്ടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ കൊണ്ടുവരാനുണ്ട്. നമ്മുടെ ഐറ്റംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. ചെറിയ ചെറിയ പരിപാടീസൊക്കെ ഉണ്ട്. സോ അപ്പോൾ എന്തായാലും വരുന്ന വീഡിയോയിലായിട്ട് സെറ്റ് ചെയ്യണം. നമുക്ക് കുറേ ഹാക്സുകളുണ്ട്, കുറേ ബിൽഡുകളുണ്ട്. സോ നമ്മളെ റിയൽ വീട്ടിലത്തെ റിയൽ വീട്ടിൽ നമ്മൾ എന്തൊക്കെ സെറ്റ് ചെയ്യുക, അതുപോലെയുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ ഒരു വീട്ടിലും സെറ്റ് ചെയ്യണം. സോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് ഫിനിഷ് ചെയ്യാണ്. സോ ബാക്കി എന്തായാലും ബാക്കി സംഭവങ്ങളൊക്കെ എന്തായാലും നമ്മൾ അടുത്ത എപ്പിസോഡിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോത്തിലുള്ള കേസ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഇനിയും കുറേ സംഭവങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യാനുണ്ട്. സോ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.